ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് ട്രൂ ബ്യൂട്ടി ആണ്. ഇതാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഡ്രാമ. പക്ഷെ കോപ്പിറൈറ്റ് അടിച്ച് ഇത് മൊത്തത്തിൽ പോയി. അതുകൊണ്ട് ഇപ്പം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഈ ഡ്രാമ കാണാം. കാരണം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രാമ. ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം ഇടുവല്ല, കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചായിരുന്നു. അവർക്കും കൂടി ചേർത്താണ് നമ്മൾ ഇന്നോട്ട് ഈ ഡ്രാമ കാണാൻ പോകുന്നത്. ഈ ഡ്രാമ കണ്ടവരുണ്ട്, ഒന്നും കൂടെ കണ്ടോ. കാരണം ഇത് ഒത്തിരി വലിച്ചു നീട്ടത്തൊന്നുമില്ല. പെട്ടെന്ന് നീട്ടിട്ട് നമുക്ക് അടുത്ത ഡ്രാമയിലേക്ക് പോകാം. സോ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ലിം ജിങ്ക്യുങ്ങിനെയാണ് കാണിക്കുന്നത്. ഈ പേര് പറയാൻ കുറച്ച് പാടാ. എന്തായാലും മാക്സിമം ലിം ജിങ്ക്യുങ് തന്നെ പറഞ്ഞു പോകാം. കാരണം ഇതിനകത്ത് എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ അവൾ കുടുംബത്തിൽ രണ്ടാമത്തെ വ്യക്തിയായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അവളുടെ ബന്ധുക്കളെല്ലാവരും ഇവളെ കണ്ടിട്ട് ആൺകൊച്ചി കാണാൻ പൊളിയാന്ന് പറഞ്ഞ് അവളെ ഒരു ബോയ് ആയിട്ട് അവരെല്ലാം വിചാരിക്കും. കാരണം അവർക്കൊക്കെ ഇവളെ കണ്ടിട്ട് സൗന്ദര്യമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ വല്ല ഫംഗ്ഷനും ആയാലും എല്ലാ സ്ഥലത്ത് വെച്ചും ഇവളെ മാത്രം കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കൾ പോലും കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സമയത്തും ഇവളുടെ ഫാമിലിയാണ് ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബന്ധുക്കളുടെ വായൊക്കെ അടയ്ക്കണമെങ്കിൽ ഇവള് പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന്. പക്ഷെ അതൊന്നും കേട്ടിട്ട് അവള് സമാധാനാകാതെ വീട്ടിൽ ചെന്ന് കാർട്ടൂൺ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് ഇവളെ പോലെ തന്നെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് സൂപ്പർ പവർ കാരണം ബ്യൂട്ടി ആയിട്ട് മാറുന്ന ഒരു കാർട്ടൂൺ കണ്ടിട്ട് ഇവള് അതേപോലെ ആണെന്ന് തീരുമാനം എടുക്കും. അങ്ങനെ അവൾ ആ കാർട്ടൂണിലെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പിള്ളേർ ഫ്രണ്ടിൽ ചെന്ന് ഷോ കാണിക്കും ഇവളിപ്പോ മേക്കപ്പ് ബ്യൂട്ടി ആയെന്ന്. ഇത് കണ്ട് അവരെല്ലാരും കൂടെ ആക്കി വിടും, നീ മേക്കപ്പ് ബ്യൂട്ടി അല്ല, അഗ്ലി ആയിട്ടുള്ള ഒരു ഡെവിലാന്ന്. അങ്ങനെ നേരെ ചൊവ്വ ട്രൗസർ ഇടാൻ പറ്റാത്ത അവന്മാര് വാട്ടർ ഗണ്ണും കൊണ്ട് ഇവളെ റാഗ് ചെയ്ത് പറഞ്ഞേക്കും. അങ്ങനെ ആ ദുഃഖത്തിൽ ഇവളും വീട്ടിലേക്ക് വന്നിട്ട് ഈ കാർട്ടൂൺ മൊത്തത്തിൽ ഫേക്കാന്ന് പറഞ്ഞ് അവൾക്ക് അവളോട് തന്നെ മൊത്തത്തിൽ ദേഷ്യമാകും. അപ്പോഴാണ് അവളൊരു തീരുമാനം എടുക്കുന്നത്, എല്ലാരും ഇവളെ ഡെവിൽ എന്ന് പറയാണ് സത്യത്തിൽ ഒരു ഡെവിലായിട്ട് തന്നെ മാറാന്ന്. അതുകൊണ്ട് അന്നോട്ട് അവള് കൊച്ചുള്ളവര് കാണുന്ന കാർട്ടൂൺ എല്ലാം മാറ്റി വെച്ചിട്ട് ഹൊറർ ആയിട്ടുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ വളർന്ന് ഹൈസ്കൂളിലാകുമ്പോഴാണ് ഇപ്പോഴും അവൾക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞ് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവളുടെ ക്ലാസ്സിൽ ബ്യൂട്ടി ആയിട്ട് സേമി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ എല്ലാരും സെലക്ട് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് അവൾ ഓരോ ഇന്റർവൽ സമയത്തും അവളുടെ ബാഗിൽ നിന്ന് മേക്കപ്പ് സെറ്റ് ഒക്കെ എടുത്ത് അവളുടെ സൗന്ദര്യം കുറയാതെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവളും ക്ലാസ്സിൽ ചെന്ന് കഥ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ പോലെ തന്നെ ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കണ്ട് നിനക്ക് ഈ കഥ ബുക്ക് വായിക്കണമെന്ന് അവളുടെ അടുത്ത് ഫ്രണ്ട് ആകാൻ നോക്കും. പക്ഷെ അവളാണ് ഇവളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ ലിം ജിങ്ക്യുങും പാട്ട് കേട്ട് വൈബ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ആ സേമിക്ക് സഹിക്കാൻ പറ്റാതെ അവളെ റാഗ് ചെയ്യാൻ തീരുമാനം എടുക്കും. എടി കൊഴക്കട്ടെ എന്നിന് അവൾ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ഇവള് എന്നെയാണ് വിളിച്ചെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഈ ക്ലാസ്സിൽ നിന്നെ മാത്രമേ കൊഴക്കട്ടെ എന്ന് വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ കഴിക്കാൻ വേണ്ടി കൊഴക്കട്ട വാങ്ങിച്ചോണ്ട് വരാൻ പറയും. ഇതോടെ അവൾ ഇപ്പൊ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും കൂടെ കളിയാക്കും ഇവൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു ബെസ്റ്റ് ജോലിക്കാരിയാണ്. അതോടെ ലിം ജിങ്ക്യുങ്ങിന് ദേഷ്യം വന്നിട്ട് അപ്പൊ തന്നെ അകത്തേക്ക് കയറിയിട്ട് അവരോട് ചോദിക്കും ഇവർക്ക് കൊഴക്കട്ട മാത്രം മതിയോ അല്ല വേറുള്ള സ്നാക്സ് ആണോന്ന്. അപ്പോഴാണ് നമുക്കറിയുന്നത് ഇവൾക്ക് അത്രയ്ക്കും ധൈര്യം ഇല്ലെന്ന്. അതിനുശേഷം ഇവളും ക്യാൻറ്റീനിൽ ചെന്ന് ഫുഡ് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് ഇവളെ തട്ടിയിട്ട് രണ്ടവന്മാര് ഇടക്കേറി നിൽക്കും. ഇതോടെ അവൾ അവരെ വിളിച്ചിട്ട് ഞാനാണേ ഫസ്റ്റ് വന്നിന്ന് അവരോട് പറയുമ്പോഴാണ് ഇറങ്ങി പോടിന്ന് പറഞ്ഞിട്ട് അവന്മാര് ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതും വലിയ കാര്യമായിട്ട് എടുക്കാതെ അവള് സ്നാക്സ് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ഒരുത്തന് ഇവള് വായി നോക്കാൻ വേണ്ടി പോകും. ഈ ഹ്യൂബിന് ഇതുവരെ എത്തിയില്ല. എന്നിന് അവളും പാട്ടും കേട്ടോണ്ട് അവൻ എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അതേസമയം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഹെഡ്സെറ്റ് എടുത്ത് ഇവൻ വൈബ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവളുടെ ഹാർട്ട് ബീറ്റ് മൊത്തത്തിൽ കൂടിയിട്ട് ഇവന്റെ സൗന്ദര്യം കണ്ട് ഇവിടെ തന്നെ മരിച്ചോല്ലെന്ന് പറഞ്ഞ് അവളുടെ ഹൃദയത്തിനെ സ്ലോ ചെയ്യാൻ പറയും. പക്ഷെ അവൻ അവിടെ നിന്ന് പാട്ടും കേട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവളുടെ ഹാർട്ട് ബീറ്റിനെ കൺട്രോളും ചെയ്യാൻ പറ്റത്തില്ല. അതോടെ അവളും ദേഷ്യത്തി നിന്നോടെല്ലാം അടങ്ങിയിരിക്കാൻ പറഞ്ഞ് മര്യാദയ്ക്ക് അടങ്ങിയിരി എന്നിന് ഇവളും ഒച്ച വയ്ക്കുമ്പോഴാണ് മറ്റവനും പേടിച്ചിട്ട് ഇനി അവനാണെന്ന് പറഞ്ഞ് അവന് ഷോക്കാവും. അപ്പോഴാണ് അവളും നിന്നെയല്ല പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ സേമിയും ക്ലാസ് ഇരുന്നിട്ട് ഇവള് കൊലക്കട്ട വാങ്ങിക്കാൻ പോയതാണോ അല്ല ഉണ്ടാക്കാൻ പോയതാണെന്ന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ക്ലാസ്സിലുള്ളവരൊക്കെ ആ ലിം ജിങ്ക്യുങ് ക്യാൻറ്റീനിൽ പൈനായിട്ട് പഞ്ചാര അടിച്ചോണ്ടിരിക്കുകയെന്ന് ഇവരുടെ എല്ലാം പറയും. ഇതോടെ സേമിയും ദേഷ്യത്തി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ആ ക്യാൻറ്റീൻ ബോയ് ഇതിനു മുമ്പേ സേമിയെ പ്രൊപ്പോസ് ചെയ്ത. അങ്ങനെ അവനിപ്പോ അവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവള് വീണ്ടും ജലസാവും. കാരണം എല്ലാ ബോയ്സ് ഇവളുടെ പുറകെ വരണമെന്ന അവളുടെ ആഗ്രഹം. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ലിം ജിങ്ക്യുനും ആ ക്യാൻറ്റീനിലെ പയ്യനെ കണ്ടിട്ട് അവനെ കാണുന്ന എന്തൊരു ഹാൻസം ആന്ന് അവളുടെ കൂട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ അവളാണ് ഇവളുടെ അടുത്ത് നിൽക്കുന്നത് നാണക്കേടാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സത്യം ലിം ജിങ്ക്യുൻ അറിയാതെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇവളോട് ഷെയർ ചെയ്തോണ്ടിരിക്കും. പിന്നെ ആ ഹ്യുൻബിന് എന്നെ ഇഷ്ടം തോന്നുന്നു, ഞാൻ കേൾക്കുന്ന അതേ പാട്ട് അവനും കേൾക്കുന്നത്, നീ വേണം നോക്കിക്കോ, നാളെ ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാ, നീ എന്താ പറയുന്നത്, അവനെന്നെ ഇഷ്ടപ്പെടുവോ ഏതിന് ഇവളും ചോദിക്കുമ്പോൾ മറ്റവള് മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് അതേസമയം ഫ്രണ്ട് നിൽക്കുന്ന രണ്ട് പയ്യന്മാര് ലിം ജിങ്ക്യുനെ നോക്കി കളിയാക്കുന്നത്, അളിയെ ഞാൻ നിനക്ക് 1 കോടി തരുവാണ്, നീ ആ ലിം ജിങ്ക്യുനെ സെറ്റ് ചെയ്യുക, ഒന്ന് പോടെ ഇറക്കാം, അങ്ങനെയാണ് എനിക്ക് ആ 1 കോടി വേണ്ട എന്നിന് അവന്മാർ ഇവളെ കളിയാക്കുമ്പോഴാണ് ഇവളുടെ കൂടെ എന്നാ നമുക്ക് സീനാന്ന് പറഞ്ഞ് മറ്റവൾ നൈസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നാളെ ഉച്ചയ്ക്ക് ലഞ്ച് സമയത്തിന് നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് അവനോട് ചോദിക്കും. ഇതോടെ അവനും വരാന്ന് പറയുമ്പോഴാണ് ഇവളെ സന്തോഷത്തിൽ മൊത്തത്തിൽ ഷൈ ആവും. അപ്പോഴാണ് ഇതൊക്കെ സേമിയം കണ്ടിട്ട് ഇവളൊക്കെ ഇങ്ങനത്തെ പയ്യനെ ആഗ്രഹപ്പെടുന്നതെന്ന് പറഞ്ഞ് അവള് അസൂയപ്പെട്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി നാളെ അവനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവള് ലവ്ലി ആയിട്ട് കുറെ കുക്കീസ് ഒക്കെ അവന് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവൾക്കൊരു അനിയനുണ്ട്,
അവനിപ്പോ ബാത്റൂമിൽ പോവാ. അതേസമയം ലിംജിങ്ങിങ്ങും ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളുടെ അമ്മയും ഇത്രയും സമയം പഠിക്കാതെ ഇവളെ കിച്ചണിൽ എന്തോ ജോലി എടുത്തോണ്ടിരുന്നേന്ന് അവളെ വഴക്ക് പറയും. അതോടെ അവളും പഠിക്കാനുള്ളതൊക്കെ പഠിക്കാന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ ജന്മം ആരെ പിന്തുടർന്ന വളർന്നേന്ന് അമ്മയും മുകളിലേക്ക് നോക്കുമ്പോഴാണ് അച്ഛന് നൈസിന് ചിരിച്ചോണ്ടിരിക്കുന്നത്. കാരണം അച്ഛനെ പോലെ തന്നെയാണ് മോളും. ആകെ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത് അമ്മയും പിന്നെ ലിംജിങ്ങിയുടെ ചേച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് മസാജ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നൈസിന് സൈഡിൽ നിന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കും. അമ്മ അറിയാതെ പൈസയൊക്കെ വേറെ എവിടാണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടത്തിലായി കാണും. കാരണം അതൊക്കെ ഫ്രോഡായിരുന്നു. അങ്ങനെ അയാൾ പൈസ എല്ലാം തിരിച്ചയച്ചെന്ന് പറഞ്ഞ് അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ലിംജിങ്ങിന്റെ ചേച്ചിയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തും. ഇതോടെ അമ്മയും സന്തോഷത്തി മോള് വരെ എന്താ എത്ര താമസിച്ചെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ചേച്ചിയും എന്നെ ആരും തൊട്ടുപോലെന്ന് പറഞ്ഞ് അർജന്റായിട്ട് വാഷ്റൂമിൽ പോകാൻ വേണ്ടി വരും. അപ്പോഴാണ് അമ്മയും അകത്ത് അനിയനുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ നാണം ഇല്ലാത്തവന് പോകാൻ സമയമില്ലെന്ന് പറഞ്ഞ് ചേച്ചിയും ടെൻഷൻ ആകുമ്പം അമ്മയും ഒന്നാണോ രണ്ടാണോ ചോദിക്കും. അതോടെ അവൾ ഇപ്പൊ പറയാൻ സമയമില്ലെന്ന് പറഞ്ഞ് കട്ട ദേശത്ത് നിലവിളിക്കുമ്പോഴാണ് അച്ഛനും ലിംജിങ്ങിന്റെ റൂം ഫ്രീ ആന്ന് പറഞ്ഞ് അവിടേക്ക് പറഞ്ഞേക്കും. അതേസമയം ഇവിടെ ലിംജിങ്ങിനാണ് അവന് വേണ്ടി റൈംസ് ഒക്കെ എഴുതി പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. എടാ നീ ഒരു മണ്ടന, കാരണം നീ എന്നെ ആദ്യം പ്രൊപ്പോസ് ചെയ്തില്ല. പിന്നെ ഞാനൊരു മണ്ടിയ, കാരണം ഞാൻ നിന്നെ മാത്രമേ നോക്കുന്നുള്ളൂ. ഏതിന് അവൾ ഒന്നിനും കൊള്ളാത്ത റൈംസ് ഒക്കെ എഴുതിയിട്ട് അവൻ ഇത് വായിച്ചു നോക്കിയാൽ സെറ്റ് ആവെന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവളും ഗിഫ്റ്റും പിടിച്ചോണ്ട് ബസ്സിൽ കയറുമ്പോഴാണ് അവിടുത്തെ തള്ളു കാരണം ഇവൾ ആ കുക്കീസ് ഒക്കെ പൊട്ടിപ്പോകാതെ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ ബസ്സിലേക്ക് സേമിയും കയറി വരുമ്പം ആമ്പിള്ളേരെല്ലാരും കൂടെ സേമി വന്നെന്ന് പറഞ്ഞ് അവൾക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി എല്ലാരും പിടിച്ചിടിച്ചിടും. ഇതോടെ ലിംജിങ്ങും വേറൊരുത്തന്റെ മടി ചെന്ന് വീഴുമ്പോഴാണ് അവനും ദേശത്തി നിനക്ക് ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തള്ളിയിടും. അങ്ങനെ അവസാനം അവൾ ഈ തള്ളിന്നൊക്കെ രക്ഷപ്പെട്ട് സുരക്ഷയായിട്ട് ആ ഗിഫ്റ്റ് എടുത്തോണ്ട് സ്കൂളിലേക്ക് ചെല്ലും. അപ്പോഴാണ് സേമി മനഃപൂർവ്വം ഇവളൊന്ന് ഇടിച്ചിടുമ്പം അവളും കുഴക്കട്ടില്ല ഞാൻ ഇപ്പൊ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് പറയാതെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവും. പക്ഷെ അതേസമയം സേമി ഇവൾ വാങ്ങിച്ച ഗിഫ്റ്റ് കണ്ടിട്ട് അവരെല്ലാം വിളിച്ച് കാണിക്കും ഇവളുടെ പ്രൊപ്പോസൽ അവളെ പോലെ തന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അതിനുശേഷം ഇവള് കൂട്ടുകാരി വിളിച്ചിട്ട് ഇന്ന് ലിംജിങ്ങുൻ ആ ക്യാൻറ്റീൻ പയ്യനെ പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. അതോടെ അവളും എല്ലാ സത്യം തുറന്നു പറയുമ്പോഴാണ് ഈ പ്രൊപ്പോസൽ മൊത്തത്തിൽ കൊളാക്കാൻ വേണ്ടി സേമി അവളുടെ ഫ്രണ്ട്സും വിളിച്ചോണ്ട് അവനെ കാണാൻ വേണ്ടി പോകും. ഹ്യുൻബിൻ നീ ആ ലിംജിങ്ങിനെ ഡേറ്റ് ചെയ്യുന്നു? അങ്ങനെയാണ് ഞാൻ മൊത്തം ദേഷ്യത്തിലാകട്ടോ. കാരണം നിന്നെ പോലെ ഹാൻസം ആയിട്ടുള്ള പയ്യൻ അവളെയൊക്കെ പോയി സ്നേഹിക്കാവോ? നിന്റെ ലെവലൊക്കെ ഹൈ ലെവലാ, എനിക്കറിയാം നീ അവളെ സ്നേഹിക്കത്തില്ലെന്ന്. എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും കുറച്ച് പൊങ്ങിയിട്ട് ഞാനെപ്പോഴാ പറഞ്ഞ അവളെ സ്നേഹിക്കുവന്ന്, എന്റെ ലെവൽ വേറെയല്ല, ഞാൻ കുറച്ച് കൈൻഡ് ആയിട്ട് അവളോട് ബിഹേവ് ചെയ്തെന്ന് തോന്നുന്നു, അതുകൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയ. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും കുറച്ച് ഓവർ ആക്ട് ചെയ്യാൻ തുടങ്ങും. എന്തായാലും ഒപ്പാ നീ മാത്രം അവളെ സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ റിയലി അപ്സെറ്റ് ആയി പോകും. എന്നിന് ഇവളെ ആക്ട് ചെയ്യുമ്പം അവന് സത്യമായിട്ട് അവളെ തിരിഞ്ഞൊലി നോക്കത്തില്ലെന്ന് പറഞ്ഞ് അവനോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതോടെ അവളും പ്രൊപ്പോസൽ ഇപ്പൊ കൊളായി കിട്ടുമെന്ന് പറഞ്ഞ് അവളുമാരും ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇപ്പൊ ലിംജിങ്ങിന്റെ അമ്മയെ കാണിക്കുവാണ്. അവരൊരു ബ്യൂട്ടി പാർലർ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ വന്നേക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ അവളുടെ അച്ഛനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് അമ്മയും അങ്ങേരല്ല ഫോൺ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറയുമ്പോഴാണ് ഇവര് മിക്കവാറും സീക്രട്ട് ആയിട്ട് വേറെ ആരോടെങ്കിലും റിലേഷൻ ഉണ്ടോന്ന് അമ്മയെ കളിയാക്കും. അതോടെ അമ്മയും ചിരിച്ചിട്ട് അങ്ങേരൊക്കെ ആര് നോക്കാൻ പോകുന്ന പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ഗ്യാങ്സ്റ്റർ വരും. ഇത് കണ്ട് അമ്മ അവരെ കണ്ടിട്ട് എന്തോ പറ്റി, നിങ്ങൾക്ക് മേക്കപ്പ് ഇടണോ? എന്നിന് ഇവിടെ ഒരു സീനാവും. അതേസമയം ലിംജിങ്ങിങ് ഇവിടെ അവനെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് ആ സേമി പറഞ്ഞേ കേട്ടിട്ട് ഇവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അയ്യേ നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? എടി ഞാൻ നിന്നോട് നല്ല രീതിയിൽ സംസാരിച്ചെന്ന് പറഞ്ഞ് നിന്നെ പ്രൊപ്പോസ് ചെയ്യോ? ഏതിന് ഇവനെ എതിർത്ത് സംസാരിക്കുമ്പോൾ അവളും ഷോക്കായി പോകും. അപ്പോഴാണ് ഇതൊക്കെ ദൂരെ നിന്ന് ആരാണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നറിയാതെ ഇവളും കുറച്ച് പാവമായിട്ട് നമ്മൾ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞെന്ന് അവള് ചോദിക്കുമ്പോഴാണ് അവനും ദേഷ്യത്തി നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ബുദ്ധിയില്ലെന്ന് അവളെ ഹേട്ട് ചെയ്യും. അതോടെ അവളും മൊത്തം തകർന്നു വരിക്കുമ്പോഴാണ് അവിടേക്ക് സേമിയും ലിംജിങ്ങിന്റെ കൂട്ടുകാരും വിളിച്ചോണ്ട് അവിടേക്ക് വരുന്നത്. അയ്യോ പാവം നമ്മുടെ ജുക്കും, അവള് റിജക്റ്റ് ആയി പോയല്ലേ. ഹായ് ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ഒട്ടും സൗന്ദര്യമില്ലാത്ത പെങ്കൊച്ച്. നമുക്കിപ്പോ അവളുടെ റിയാക്ഷൻ നോക്കിയാലോ? ഏതിന് ഇവരും വന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് അവൾക്കും കരച്ചിൽ എന്നിട്ട് സേമിയെ പിടിച്ച് മാറ്റിയിടും. അപ്പോഴാണ് സേമിയുടെ കൂടെ എപ്പോഴും പട്ടിക്കുട്ടായിട്ട് നടക്കുന്ന ഒരു പയ്യൻ അവിടേക്ക് വന്നിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവളെ തട്ടിയിടുന്ന് പറഞ്ഞ് അവനെ ലിംജിങ്ങിനെ പിടിച്ച് തള്ളിയിടും. ഇതോടെ അവളും കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ വെറുക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്തെന്ന് അവൾ അവരോടൊക്കെ ചോദിക്കും. ഇത് കേട്ട സേമി അടുത്തേക്ക് വന്നിട്ട് നിന്നെ വെറുക്കാൻ കാരണം നിനക്ക് സൗന്ദര്യം ഇല്ലാത്തതെന്ന് പറഞ്ഞ് അവരെല്ലാം കളിയാക്കും. ഇതോടെ അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവരെടുത്ത വീഡിയോ സ്കൂൾ മൊത്തത്തിൽ വൈറലാകും. അങ്ങനെ എല്ലാരും ഇവളൊക്കെ പോയി ആ പയ്യനെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ കുറിച്ച് മോശമായിട്ട് കുറെ എഴുതിയേക്കും. അങ്ങനെ ഇതൊക്കെ വായിച്ചു നോക്കി അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ചെല്ലും. അതിനുശേഷം അവൾ ഇന്ന് നടന്നേക്ക് ആലോചിച്ച് നോക്കിയിട്ട് ഇനി നാളെ സ്കൂളിൽ പോവാണ് അവരൊക്കെ കളിയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അവള് വിഷമിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഇനി അവൾക്ക് ആരും ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തീരുമാനം എടുത്തിട്ട് അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ചാടി മരിക്കാൻ വേണ്ടി പോകും. അപ്പനാണ് അതേസമയം ഇവൾക്ക് ഓപ്പോസിറ്റ് സ്ക്രീനിൽ 18 വയസ്സ് പോലും തികയാത്ത ഒരുത്തൻ സൂസൈഡ് ചെയ്ത് മരിച്ച വീഡിയോ ഇവള് കാണുന്നത്. അതോടെ അവളത് കണ്ടിട്ട് ഈ പ്രായത്തിലേക്ക് എന്തോ മരണം എന്ന് പറഞ്ഞ് അവള് റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. അപ്പനാണ് അതേസമയം ഇവളിങ്ങനെ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിൽക്കുന്നുണ്ട് വേറൊരുത്തിന് ഓടിച്ചെന്ന് അവളെ രക്ഷിക്കും. ഇതോടെ ലിംജിങ്ങിന്റെ കണ്ണാടിയും പൊട്ടിപ്പോകുമ്പോഴാണ് അവള് ടെൻഷനായിട്ട് അയ്യോ എന്റെ കണ്ണാടി തീർച്ചുപോയി, എനിക്ക്
എനിക്ക് അതില്ലാതെ കാണാൻ പറ്റത്തില്ല എന്നിന് അവളും കണ്ണാടി തപ്പുമ്പം ഇത് കണ്ട് ലവനും ദേഷ്യത്തി നിനക്കെന്തോ വട്ടാണോ, ഈ പ്രായത്തിലൊക്കെ മരിക്കാൻ നിനക്കെന്തോ കാരണം, നിനക്കൊല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ നീ അതിനെ ഫേസ് ചെയ്യ്, അല്ലെങ്കിൽ നിന്റെ ഈ തീരുമാനം കാരണം നിന്നെ സ്നേഹിക്കുന്നവരായിരിക്കും കഷ്ടപ്പെടുന്നത്. ഏതിന് ഇവന് വഴക്കുറയുമ്പോഴാണ് അവള് ഞാൻ തീരുമാനം എപ്പോഴേ മാറ്റിയെന്ന് പറഞ്ഞ് സൈലന്റ് ആയിട്ട് അവളുടെ കണ്ണാടി തപ്പിക്കൊണ്ടിരിക്കും. ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ സുഹോ. അതിനുശേഷം അവനും ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവളും വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവളിന്റെ കണ്ണാടി അവിടെ പോയെന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ ഇങ്ങനെ വരും. കാരണം കണ്ണാടിയിലേത് അവൾക്കൊന്നും ക്ലിയർ ആവത്തില്ല. അങ്ങനെ അതോടെ സുഹവും ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തോണ്ട് അവന് സ്റ്റെപ്പ് വഴി ഇറങ്ങി പോകുമ്പോഴാണ് ഇവള് ഞാനും വരുന്ന മിസ്റ്റർ എന്ന് പറഞ്ഞ് അവന്റെ പുറകെ പോകാൻ നോക്കും. പക്ഷെ അവനാണ് ഇവള് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതോടെ അവളും ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാതെ തെന്നി അടിച്ച് അവിടെ വീഴുമ്പോഴാണ് ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ദുരന്തമൊക്കെ വേറെ ആർക്കും വരുത്തില്ലെന്ന് അവളും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളിങ്ങനെ വീണ ശബ്ദം കേട്ട് സൂഹ അവിടേക്ക് വരും. അതോടെ അവള് സന്തോഷത്തിൽ എന്നെ സഹായിക്കാൻ വന്ന മിസ്റ്റർ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് എഴുന്നേക്കാൻ നോക്കുമ്പോഴാണ് അറിയാതെ അവന്റെ ബാക്ക് സൈഡിൽ തൊടും. ഇതോടെ അവൻ അവളെ പിടിച്ച് തള്ളിയിട്ടിട്ട് നാണില്ലല്ലേ എന്ന് പറഞ്ഞ് അവളോട് ചൂടാകുമ്പോഴാണ് അവളും കണ്ണ് കാണാൻ പറ്റാത്തോണ്ട് പറ്റിപ്പോയതാന്ന് പറഞ്ഞ് അവനോട് സോറി ചോദിക്കും. അതിനെ ശിവനും ഇവളെ പൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ ബാക്കിൽ ഇരുത്തുമ്പോഴാണ് അവളും താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഇരിക്കും. ഇതോടെ അവനും എന്നെയാണ് അങ്കിൾ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവള് പൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴാണ് അവളും പുറകെ ഇരുന്ന് ഈ സമയത്ത് എന്തിനാ നീ മുകളിലേക്ക് വന്നെന്ന് പറഞ്ഞ് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതോടെ അവനും ഒന്ന് മിണ്ടായിരിക്കും ആന്റി എന്ന് പറഞ്ഞ് തിരിച്ചവൻ പ്രതികാരം ചെയ്യും. ഇതോടെ അവള് നാണം കേട്ടിട്ട് എന്റെ സൗണ്ട് അങ്ങനെ ആണെങ്കിലും എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് അവൾ പറയും. അതിനുശേഷം അവളും പോകുന്ന വഴിക്ക് ഫുള്ളും അവനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. അത് പിന്നെ നിങ്ങൾ സ്നേഹിച്ച ആരെങ്കിലും ഇതേപോലെ മിസ് ചെയ്തിട്ടുണ്ടോ? കാരണം എന്നെ രക്ഷിച്ചതിന് ശേഷം കട്ട ദേഷ്യത്തിലാണ് എന്നോട് ബിഹേവ് ചെയ്ത. ഇനി നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും സൂസൈഡ് ചെയ്ത് മരിച്ചോയോ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനും ദേഷ്യത്തി ഇനി ഒരു വാക്ക് മിണ്ടിപ്പോയ അവളെ തറയിലാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു പറയും. അതോടെ അവള് മൊത്തത്തിൽ സൈലന്റ് ആകും. അതിനെ ശിവനും കഷ്ടപ്പെട്ട് അവളെ താഴേക്ക് വിളിച്ചോണ്ട് വരുമ്പോഴാണ് അവിടുത്തെ വാച്ച്മാൻ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇത് കണ്ട് ഇവന് ഷോക്കായി. അങ്കള് ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ചെയ്യായിരുന്നോ എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അങ്ങേര് ഇത്ര സമയം ആ ലിഫ്റ്റിലായിരുന്നെന്ന് പറയും. അതോടെ അവന് മൊത്തത്തിൽ ചമ്മി പോകുമ്പോഴാണ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ലിഫ്റ്റ് തനിയെ വന്നേനെന്ന് പറഞ്ഞ് അവള് പുറയുന്ന സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും അവൾക്കൊരു ടാക്സി പിടിച്ച് പറഞ്ഞയക്കുമ്പോഴാണ് അവൾ അവന് താങ്ക്സ് പറയും. അങ്കളെ ഞാനിത് പറയാനുള്ള പൊസിഷനിലാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചെങ്കിൽ അവർ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി സന്തോഷത്തിരിക്കണം, അതായിരിക്കും ആ വ്യക്തിയുടെ ആഗ്രഹം എന്നിന് ഇവളും പറഞ്ഞിട്ട് പോകുമ്പം അവൻ ചെറുതായിട്ട് സമാധാനമാകും. കാരണം ഇവൾ ആ ബിൽഡിങ്ങിൽ നിന്നപ്പം ഓപ്പോസിറ്റിനകത്ത് വന്ന ന്യൂസ് സൂഹോയുടെ കൂട്ടുകാരന്റെ ന്യൂസ് ആണ്. അങ്ങനെ ഈ ബിൽഡിങ്ങിൽ തന്നെയാ മറ്റവന് മരിച്ചത്. അതുകൊണ്ടാണ് അവന്റെ ഓർമ്മയ്ക്ക് സൂഹോ ഇന്നവിടേക്ക് വന്നത്. അതിനുശേഷം ഇവളും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഇവൾക്ക് ഓർമ്മ വരുന്നത് ഇവൾ അറിയാതെ അമ്മയ്ക്കൊക്കെ ഇന്നൊരു അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മകളായിട്ട് ജനിക്കത്തുള്ളെന്ന് അവൾ ഇമോഷണലായിട്ട് കുറെ സംസാരിച്ചേക്കും. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് അവളും അമ്മ ആ മെസ്സേജ് എല്ലാം കേട്ടെങ്കിൽ അവർ മൊത്തത്തിൽ പേടിച്ചിരിക്കുന്നു പറഞ്ഞ് അവളും പെട്ടെന്ന് അമ്മയ്ക്ക് ഫോൺ വിളിക്കാൻ നോക്കും. പക്ഷെ ഫോണൊന്നും പോകത്തില്ല. അതോടെ അവളും പേടിച്ച് പെട്ടെന്ന് വണ്ടി സ്പീഡ് ചെയ്യാൻ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കും. അതേസമയം ഇവിടെ അമ്മയാണ് ഇവളുടെ മെസ്സേജ് ഒന്നും തന്നെ കണ്ടു കാണത്തില്ല. കാരണം രാവിലെ ആ ഗാങ്സ്റ്റർ അവിടേക്ക് വന്നപ്പോ തന്നെ അമ്മയ്ക്ക് പിടികിട്ടി ഇതെല്ലാം അച്ഛൻ നഷ്ടപ്പെടുത്തിയ പൈസ കാരണമാണ്. അതോടെ വീട്ടിൽ ഇവിടെ പക്ക അടിയ. അങ്ങനെ ഇത്ര ഫ്രോഡ് കേസ് ചെന്ന് വീഴുമെന്ന് പറഞ്ഞ് അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും പണ്ട് ജപ്പാൻ വാർ നടന്നപ്പം ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വന്നെന്ന് പറയും. ഇതോടെ അമ്മയും ദേഷ്യത്തി ആ കാലത്തെ ജപ്പാൻ വാറൊന്നും എനിക്കറിയത്തില്ല, ഇപ്പൊ ഒരു യുദ്ധം നടക്കാൻ പോവാ, എന്റെ പൈസ നിനക്കെന്തോ മരത്തിന്ന് വരുന്നു എന്നിന് അമ്മയെ അച്ഛനിട്ട് അടിക്കുമ്പോഴാണ് രണ്ട് മക്കളും കൂടെ അമ്മയെ പിടിച്ച് തടഞ്ഞുകൊണ്ടിരിക്കും. ഇതോടെ അച്ഛനും പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ വഴിയൊന്നും കാണത്തില്ല. അതോടെ അച്ഛനും വേറെ വഴിയില്ലാതെ പെട്ടെന്ന് അമ്മയുടെ കാലി വീഴും. ഹ്യുൻസിക് പ്ലീസ് എന്നെ ക്ഷമിച്ചേക്ക്, ഇനി ഞാൻ ഇങ്ങനെ പൈസ വേസ്റ്റ് ആക്കത്തില്ല എന്നിന് അച്ഛനെ സോറി അയക്കുമ്പം നിന്റെ സോറി ആർക്കാണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും അടിയാകും. അങ്ങനെ അതോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തിരിക്കുകയാണ്. ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും താഴെ കമന്റിൽ പറയുക. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടില്ല എന്നറിയത്തുള്ളൂ. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.